ആര്? ഞാൻ എന്റെ കാര്യം പറയുമ്പോ നിന്റെ കാര്യം. എനിക്ക് എന്റെ കാര്യം പറയണ്ടേ? നിന്നെ ആരും ഇമിറ്റേറ്റ് ചെയ്തു? എന്നെ ആരും ഇമിറ്റേറ്റ് ചെയ്യണേ? മൊത്തത്തിൽ ഭാഗ്യം നീ ടി വിന്ന് വന്നത്. ഇല്ലായിരുന്നെങ്കി ഇപ്പൊ വേറെ ആരെങ്കിലും വന്നിട്ട് നിന്നെയും കൂടെ കാണിച്ചനെ. സത്യം. ഈ ധൈര്യം നമ്മുടെ ടീമിൽ നിന്ന് കാണിക്കാൻ തോന്നിയില്ലല്ലോ. തോന്നല്ലേ കേട്ടാ, ഇറക്കല്ലേ. എന്നിട്ട് നീ മാറി നിന്ന് ന്യായം എന്ത് കാണിക്കാനാ? എന്ത് തേങ്ങ അതല്ലേ എന്റെ ദൈവമേ. എന്നെ പറ്റില്ലാത്ത ചിന്തോ, എനിക്ക് തലവേനോട് ചിന്തപോന്റെ മണമുണ്ടല്ലോ. അയ്യോ, സിഗരറ്റിന്റെ അല്ലേ സഹിക്കാൻ. എനിക്ക് തലവേനെടുത്ത് പൊട്ടി പറഞ്ഞ് ഞാൻ പറഞ്ഞു. ഇനി എന്തായാലും ഒന്നുകൂടെ പറയാം. എന്റെ മമ്മി എന്താ പറയാ, ഓൾറെഡി ഓരോ പ്രശ്നമുള്ള പേരില് ഇങ്ങനെ ആയിട്ടിരിക്കുക. എനിക്ക് പേഴ്സണലി പ്രശ്നമൊന്നുമില്ല, പക്ഷെ നമ്മൾക്ക് ഇഷ്ടമുള്ളവര് സങ്കടപ്പെടുന്ന കാണുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നത്തിന്. ആരാ എനിക്ക് ഇഷ്ടമുള്ള എന്റെ കൂടെ ഉണ്ട്? റസ്മിൻ. റസ്മിൻ അവക്ക് എന്താ പറ്റിയ? ആരും എന്തോ ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഉപദേശം കൊടുത്തോന്നല്ല, അതല്ല എന്തോ പറയുന്നത് ഞാൻ കേട്ടു. നീ തനിച്ച് നിൽക്കണം എന്തോ പറഞ്ഞു. ഒരാളുടെ കാര്യങ്ങളിൽ അമിതമായിട്ട് അഭിപ്രായം പറയാതിരിക്കുക, ഒരാളിൽ അമിതമായിട്ട് എക്സ്പെക്ടേഷൻ അവിടെ കിടന്ന് കരച്ചില്ല. ഓരോ ദിവസം ഓരോരുത്തരുടെ ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കണമെന്നാണ് അൻസിബ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും അവൾക്ക് പറ്റുന്നില്ല. അപ്പൊ അത് ഇവളോട് പറഞ്ഞപ്പോ, റസ്മിനോട് പറഞ്ഞപ്പോ, അന്ന് കുറച്ച് റസ്മിന് അൻസിബായിട്ട് നല്ല കമ്പനിയാണ്. അപ്പൊ ആകെ ഇതായിപ്പോയി. അതിനുശേഷം ജാസ്മിന്റെ ഈ കേസും കൂടെ വന്നപ്പോ അവള് എന്താന്നറിയോ പറഞ്ഞത്, ഇവിടെ ഉള്ളവരുടെ ആ ഒരു നെഗറ്റീവ് ചിന്താഗതി ഇല്ലേ, അത് നമ്മുടെ സ്കിറ്റിലൂടെ മാറ്റി കൊടുക്കണം പറഞ്ഞിട്ട് വന്നതാണ്. പിന്നെ എന്ത് പറ്റി നിങ്ങളത് ചെയ്യാൻ മറന്നുപോയോ? അല്ല, ആ സമയത്ത് അത് ആ ഒരു രീതിയിലാണ് വന്നത്. അതൊരു നല്ല കാര്യമായിരുന്നല്ലോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന. അത് തുടക്കത്തിൽ നിങ്ങളത് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഫസ്റ്റ് ഇത് തുടങ്ങുമ്പോഴേ അത് തന്നെ കാണിച്ച് കുറച്ചൊക്കെ സീനൊന്ന് ഓക്കെ ആക്കാൻ പറ്റുമായിരുന്നില്ലേ? അതെന്താ നിങ്ങൾ? അങ്ങനെയാണ് പ്ലാന് വന്നത്. ഞങ്ങള് അവർ ഒരിക്കലും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം ഇതാക്കിക്കൊണ്ടായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ്, അതിൻ്റെ ഇടയിൽ ഇതും കൂടെ. പക്ഷേങ്കിൽ പണി പാളിപ്പോയി, സൈഡിൽ കൂടെ പാളിപ്പോയി. എന്താ ചേച്ചി പറയണത്? ഒന്നാമത് അവളുടെ മൈൻഡ് ഓക്കെ അല്ല. ജിൻഡോ ബ്രോ ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇതുണ്ടല്ലോ, ഒരാളെ മാറ്റി നിർത്തി ചോദിച്ചാൽ കറക്റ്റായിട്ടും കാര്യം കിട്ടും. ആരാണെന്ന് അറിയാമല്ലോ. ചേച്ചിനായിരിക്കും. എന്നെ അല്ല, എന്നെ നീ മാറ്റി നിർത്തി ചോദിച്ചോ, ഞാൻ എന്നെ എവിടെ നിർത്തി ചോദിച്ചാലും എനിക്ക് ഇതേ പറയുള്ളൂ. എങ്ങനെയാണ് സിജോയുടെ പേര് അവിടെ വന്നതെന്ന് നിനക്കറിയോ? നീ അവിടെ നിൽപ്പുണ്ടായിരുന്നില്ലേ? അപ്പോ ആരാണ് എന്നെ വാ തുറക്കാൻ സമ്മതിക്കാത്തതെന്ന് നീ കേട്ടില്ലേ, കണ്ടില്ലേ? അവര് പറഞ്ഞ റീസൺ നീ കണ്ടു. അവരാണ് ഈ പ്രശ്നത്തിന്റെ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായില്ലേ? ഇത്രയും പ്രശ്നം ബാക്കിയുള്ളവർക്കിടയിൽ ഒരു ടോക്ക് ആക്കി കൊടുക്കാൻ കാരണമായത് ആ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ആര് സംബന്ധിച്ചാലും ഇല്ലെങ്കിലും അതാണ് ശരി. ഞാൻ അന്നത്തേന് ശേഷം ഒരു ടീമിലും എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ അതോടുകൂടി പല പ്രാവശ്യം പറഞ്ഞു. 3 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു, ഇനാക്റ്റീവായിരുന്നു. ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് അത് പറഞ്ഞതും പ്രശ്നം ഉണ്ടാക്കിയതും അത് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, നമ്മുടെ വിഷയമല്ല. ഇന്ന് ഭയങ്കര ആക്റ്റീവായിരുന്നു, മനസ്സിലായോ? പക്ഷേ ഒരാൾ എന്തോ ആയിക്കോട്ടെ, അതൊരു പരിധിയിൽ കൂടുതൽ ഇഷ്യൂ ആക്കാനായിട്ട് ഇവിടെ ആൾ കത്തിച്ചതല്ലാണ്ട് ഒരാളും ചെന്ന് ഇങ്ങനെ ചെയ്യരുത്, അതല്ല ചെയ്യേണ്ടിരുന്നതെന്ന് ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരുത്തൻ നന്നാവരുത്, ആ മെന്റാലിറ്റി തന്നെയാണ് നിന്നത്. അതിൽ നിന്ന് എനിക്കും പിന്മാറാൻ പറ്റില്ല. ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അതൊക്കെ വേറെ കാര്യം. അവരോട് എന്താണ് ഏതാണ് ആരോടും അത് പറയാൻ പറ്റിയിട്ടില്ല. ആരും പോയിട്ടുമില്ല. എല്ലാവരും ഇവിടെ കുറ്റക്കാർ തന്നെയാണ്. ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവരാ പറഞ്ഞ ഇവരാ പറഞ്ഞ അല്ല, പറയാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്തവരുൾപ്പെടെ. അതിന് ഇവിടെയുള്ളവരെന്ത് ചെയ്തു? ബിഗ് ബോസ് എന്ത് ചെയ്തു? ബിഗ് ബോസ് അല്ലല്ലോ, അവര് എന്തുകൊണ്ട് അത് ചെയ്തു?
വ്യക്തമായ തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ വ്യക്തമായ കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു ടീമിലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടും അവർ ചെയ്തില്ല. എൻ്റെ ബ്രേക്ക് ഡൗൺ അതും കാരണമായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണൽ വിഷയങ്ങളുണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്താൽ മതി. എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണത്, ഇൻക്ലൂഡിങ് ഇപ്പം ഇവർ കാണിച്ചു ഉൾപ്പെടെ. അപ്പം എനിക്കതിലൊന്നും തോന്നില്ല. പക്ഷേ അവർക്ക് ഒഴിവാക്കാമായിരുന്നു. ഇവിടെയുള്ള എല്ലാവർക്കും അവരുടെ ഇതനുസരിച്ച് പറഞ്ഞു കൊടുക്കാമായിരുന്നു. പറഞ്ഞു കൊടുക്കേണ്ടവരും പറഞ്ഞു കൊടുത്തിട്ടില്ല. സീനിയേഴ്സ് എന്ന് പറയുന്നവരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന് ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. അത് അവരുടെ ഇഷ്ടം, പേഴ്സണൽ ഇഷ്ടം, ചോയ്സ്. നമ്മളിവിടെ വന്നത് ഒരാളെ നന്നാക്കാനോ മാറ്റിയെടുക്കാനോ അല്ല. എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഉറങ്ങാതിരിക്കണം. അതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ആരുടെയാണാവോ, ആരുടെ ആയാലും അങ്ങനെ. ഇപ്പം ക്യാമറയിൽ വരുന്നത് ലൈറ്റ് ഓഫ് ആക്കും. ബിഗ് ബോസ് ഇന്ന് ലൈറ്റ് ഓഫ് ആക്കുന്നില്ല. ബിഗ് ബോസ് ഇന്ന് നമ്മൾ 11:30 വരെ എടുത്തിട്ട് നാളെ 4-5 മണി ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു നടപടി എടുക്കുന്നുണ്ടോ? അതെനിക്ക് ഞാൻ പോയി ചെയ്യണം. ഞാനിപ്പോൾ റോക്കിയുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു വിഷയം ഇവിടെ നടക്കും. എനിക്കിപ്പോൾ ഒച്ചെടുക്കാൻ പറ്റത്തില്ല. റോക്കി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. രാവിലെ ചെയ്യാം എന്ന് പറഞ്ഞതാണ്. അത് ചെയ്യാം എന്ന് പറയേണ്ട കാര്യമില്ല. അത് അവന് ശിക്ഷ കൊടുത്തതാണ്. 4 ദിവസമാണ് പറഞ്ഞിരുന്നത്. 4 ദിവസമാണ് പറഞ്ഞത്. ഞാനാണത് 3 അവൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യാം. കാരണം എനിക്ക് പുഴുക്കുന്നു. എനിക്ക് ആ ഡയലോഗ് വേണ്ട. ടീമിന്റെ ഡയലോഗ് ടിഷ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു. ടിഷ്യൂ കഴിഞ്ഞു. അത് ചോദിക്കും ടീം ക്യാപ്റ്റൻ. അത് ഞാൻ നേരത്തെ ചോദിച്ചു. അല്ല, ഞാൻ വേറൊരു കാര്യം, പവർ ടീമിന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ബാക്കിയുള്ള ടീമൊക്കെ വേറെന്താ ചെയ്യണേ, പുഴുക്ക പഴുക്ക. അപ്പൊ പവർ ടീമിനെ ബേസ് ചെയ്ത് മാത്രമാണോ കണ്ടന്റ് ഉണ്ടാക്കുന്നത്? വേറെ ഒരു കണ്ടന്റും ആർക്കും ഒന്നും ഉണ്ടാക്കാൻ കിട്ടിയില്ല. അതാണ് നിങ്ങളുടെ പണി. എന്താ പിന്നെ അവരെ മേൽനോട്ടം വഹിക്കുന്നു വല്ലതും ചെയ്യാണ്ട് ഞങ്ങൾ അവരെ മാറി മേൽനോട്ടം വഹിച്ചു എന്ന് പറഞ്ഞാൽ അത്ര അല്ല. ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ ഫുഡ് ഉണ്ടാക്കിയില്ല. ഫുഡ് ഉണ്ടാക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി. നമ്മൾ ചെയ്ത സമയത്ത് ഒരു പാത്രമോ ഒരു സാധനമോ അവിടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ഇപ്പോഴോ അവനവൻ ചെയ്യിപ്പിക്കലാണ്. നീ പവർ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നല്ലോ. പണിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നതിപ്പോ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് പണിയെങ്കിലും ഉണ്ടായിരുന്നു. പണിയെടുക്കണവണ്ട് അവിടെ ഇരിക്കുന്നത് നമ്മുടെ കുഴപ്പമില്ല. നമുക്ക് തന്ന ഓർഡറാണ്. പണിയെടുക്കണ്ട എന്നൊന്നും അല്ല പറഞ്ഞത്. ഏത് പണിയെടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക ഡ്യൂട്ടി ഇല്ല. നിങ്ങൾക്ക് ഏത് ഡ്യൂട്ടിയിലും നിങ്ങൾക്ക് ഇടപെടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതാണ്.